സോ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും വന്നേക്കാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ നടക്കാനായിട്ട് പോകണം ഗൈസ്. വെറുതെ രാവിലെയാണ് ഗൈസ്. എപ്പിസോഡ് 1 പറഞ്ഞാണെങ്കിൽ നമ്മൾ വൈകുന്നേരമാണ് നടക്കാൻ പോയത് ഗൈസ്. നമ്മുടെ വീടിൻ്റെ വഴിയാണ് ഗൈസ് ഈ കാണുന്നത്. ഇതൊക്കെ നിങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ടാവും എപ്പിസോഡ് 1 2 ഗൈസ്. ഇതെൻ്റെ സ്കൂൾ ബസ് കണ്ടോ ഗൈസ്? ഇതെൻ്റെ സ്കൂൾ ബസ്സാണ്. ഇന്നലെ സ്കൂളിൽ പോയില്ല. എനിക്കൊരു ചെറിയൊരു കുഴപ്പമുണ്ട്. എനിക്ക് ഇഞ്ചക്ഷൻ എന്തോ എടുക്കാനുണ്ട് ഗൈസ്. അത് ബ്ലഡ് ടെസ്റ്റ് എടുക്കാനുണ്ട്. അത് കാരണം തന്നെ സ്കൂളിൽ പോയില്ല. ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി തന്നെ പോകുന്നത്. പക്ഷെ നമ്മൾ വേറെ കടകളൊക്കെ കയറുന്നുണ്ട്. അത് കാരണം ഞാൻ നടക്കാനെന്നുള്ള പേരിലിട്ടെ നമ്മൾ നേരെ പോകണം ഗൈസ്. നടന്നുകൊണ്ടിരിക്കാം. ഗൈസ് ലിഡിൽ നമ്മളിവിടെയൊക്കെ പോയതാണ് ഗൈസ്. അന്ന് ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എപ്പിസോഡ് 1 കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ ലിഡിലൊക്കെ വന്നതാണ്. ഈ ബസ് സ്റ്റോപ്പ് ഗൈസ്, ഇതാണ് എൻ്റെ സ്കൂൾ ബസ് സ്റ്റോപ്പ്. നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുക ഗൈസ്. ഇത്രയും നേരം ഞാൻ നല്ല വലിയ സ്ക്രീനിലാണല്ലോ ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ കണ്ടില്ല ഗൈസ്. ഞാൻ ചില സ്ഥലങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല ഗൈസ്. ഈ സ്ഥലം ഞാൻ എന്തായാലും വീഡിയോ എടുത്തിരിക്കും. പിന്നെ ഗൈസ് ഇതൊരു പറയണമെങ്കിൽ ഗൈസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഗൈസ്. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം. പേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇനി മുന്നിൽ എപ്പോഴും ഈ കാർ കിടക്കും ഗൈസ്. ആ കടയുടെ പേര് നിങ്ങൾ തന്നെ വായിച്ചു നോക്കെ. പക്ഷെ നമുക്ക് ഈ വഴിയാണ് ഗൈസ് നേരെ പോകണ്ടേ, ആ വഴിയല്ല. അത് കാരണം നമുക്ക് അടുത്ത വല്ല വീഡിയോയിൽ നമുക്കത് കാണിച്ചു തരാവേ. സോ ഇപ്പം നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കാം ഗൈസ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെയൊക്കെയാണ് ഗൈസ് അന്ന് ഞാൻ ഹെലികോപ്റ്റർ ഇറങ്ങുന്നൊരു വീഡിയോ കിട്ടില്ലായിരുന്നോ? മറ്റേ മോഹൻലാലിൻ്റെ ഒരു പുതിയ സിനിമയില്ലേ തുടരും, അതിലത്തെ പാട്ടൊക്കെ ഇട്ടിട്ട് അത് ഈ സ്ഥലത്താണ് ഗൈസ്. ആ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയത് കാണിച്ചു തരാം. ഗൈസ് ആ നടുക്കില്ല വണ്ടികളൊക്കെ ഇട്ടേക്കുന്നത്, അവിടെയാണ് ആ ഹെലികോപ്റ്റർ വന്ന് വീണത് ഗൈസ്. ഇവിടെ വേസ്റ്റൊക്കെ കളയുന്ന വണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് വേസ്റ്റ് എടുക്കാൻ ഗൈസ് കണ്ടോ പോസ്റ്റ്, നമ്മുടെ ലെറ്റേഴ്സൊക്കെ ഇടുന്ന സാധനമാണ് ഗൈസ് അത്. ഗൈസ് ഇവിടെയാണ് ഗൈസ് ഹെലികോപ്റ്റർ ഇറങ്ങിയത്. നമ്മൾ മറ്റേ പറന്നു പോയതൊക്കെ ഇല്ല, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഹെലികോപ്റ്റർ വരുമ്പോൾ കാറ്റൊക്കെ അടിച്ച് അത് അവിടെ നിന്നാണ് കണ്ടോ. അവിടെ നിന്നിട്ടാണ് നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ കാറ്റടിച്ച് വീഴാനൊക്കെ പോയത്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക്. യെസ് ഇവിടെയാണ് ആ ഹെലികോപ്റ്റർ ഒന്ന് ഇറങ്ങിയത്. അടുത്ത പ്രാവശ്യം എങ്ങനെ ഹെലികോപ്റ്റർ വരുന്നുണ്ടെങ്കിൽ യെസ് ഞാൻ ഫുൾ വീഡിയോ ഇട്ടിട്ട് തരാം. കഴിഞ്ഞ പ്രാവശ്യം അപ്പോഴൊക്കെ എനിക്ക് ഫുൾ വീഡിയോ ഞാൻ ഇട്ടില്ലായിരുന്നു. ഒന്നും വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായില്ല, ഷോർട്സ് ആയിട്ടായിരുന്നു. അത് കാരണം ഇടായിരുന്നേ. അടുത്ത പ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫുൾ വീഡിയോ ഇട്ട് തന്നെ അയച്ചു തരാം ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെ ഒരു ട്രംബോളീൻ ഉണ്ട് കണ്ടോ ചാടുന്ന. ഇതൊരു വീട് തന്നെയാണ്. ഈ വഴി ഞാനും ഇതുവരെ പോയിട്ടില്ലേ. ഞാൻ ആദ്യം തൊട്ട് ഈ വഴി പോകുന്നു തന്നെ. ഞാൻ ഇതുവരെ ഈ വഴി കൂടി പോയിട്ടില്ല. നമ്മൾ ആദ്യം തൊട്ട് ഈ വഴി കൂടി പോകുന്നേ. ഇത് എങ്ങോട്ടുള്ള വഴിയാണെന്ന് അറിയില്ല ഗീസ്. ഞാൻ ഇതുവരെ ഈ വഴി കൂടി പോയിട്ടില്ല, അതാണ് എനിക്കൊരു പിടിയില്ല. ഗൈസ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് കണ്ടോ ഇവിടെ കുറേ ചെടികളൊക്കെ വളർന്നിരിപ്പുണ്ട് ഗൈസ്. ഇവിടെ എന്തോ വർക്കാണെന്ന് തോന്നുന്നുണ്ട് കണ്ടോ. പിന്നെ ഗൈസ് ഇതൊരു വീടിൻ്റെ ഗ്യാരേജാണ് ഗൈസ്. ഇതിൻ്റെ അർത്ഥം ഒന്നാണ് നിങ്ങൾ കമൻറ്റിൽ അടിച്ചാൽ. ഏത് വഴിയാണെന്ന് ആർക്കറിയാം. ചെറുതൊരു കട്ട് ചെയ്യുന്നുണ്ടേ കേസ്. നമ്മൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് കേസ് അവിടെ നിന്ന്
പിന്നെ ഇവിടെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കണ്ടിട്ട് ഈ വഴിയാണ് പോകുന്നത്. നമ്മളപ്പുറത്തെ ക്രോസ് ചെയ്യാം. അവിടെ നിന്ന് ക്രോസ് ചെയ്താലും മതിയായിരുന്നു ഇവിടെ നിന്ന്. പക്ഷെ പിന്നെ ആലോചിച്ച് പിന്നെ ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാമെന്ന്. ഗൈസ് ഇവിടെ കിണറുണ്ട്, കണ്ടോ? കിണറുണ്ട്. യെസ്, ഇവിടെയുള്ള എല്ലാ വീടുകളാണ്. ഇവിടെ വേറെ ഒന്നുമില്ല. ഈ സ്ഥലം മൊത്തം വീടുകളാണ്. ഗൈസ് ഇവിടെ പട്ടിയുണ്ട് ഗൈസ്. അവിടെ അങ്ങനെ എഴുതി വെച്ചേക്കുന്നു. പക്ഷെ ഇവിടെ പട്ടീനെ കണ്ടില്ല. ഗൈസ് മൂങ്ങേൻ്റെ ശില്പം കണ്ടോ? ഗൈസ് ഇവിടെ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്, കണ്ടോ? ഗൈസ് ഞാൻ എല്ലാ വീടിൻ്റെ മുന്നിൽ ഇത് കാണുന്നുണ്ട്. എന്ത് സാധനമെന്ന് നിങ്ങൾ കമൻറ്റിൽ പറ. എനിക്ക് തോന്നുന്നു നിങ്ങൾ കമൻറ്റിലൊക്കെ അഴിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഇതിനുള്ളിൽ നിങ്ങൾ അഴിച്ച് തന്നിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഞാൻ എന്താ സാധനം എന്ന് ഞാൻ പറഞ്ഞുതരാം. അത് പുറത്തേക്കുള്ള വഴി എന്നാണ് ഗൈസ് അർത്ഥം. ഗൈസ് കുഞ്ഞ് ഗേറ്റാണ്. ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഇങ്ങനത്തെ മതിലാണ്. നമ്മൾ ഇന്ത്യയിൽ കാണുന്ന പോലത്തെ മതിലുകളൊന്നുമല്ല ഇവിടെ. സോ യെസ്, നമ്മുടെ സ്ഥലത്ത് യെസ് ഡെസ്റ്റിനേഷൻ യെസ്. അവിടെ ബോർഡ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, കണ്ടോ? ഏതാണമ്മ ഇത്? ഹോസ്പിറ്റലാണോ? പിന്നെ ഇത് നമ്മൾ ഡോക്ടറിനെ കാണാൻ വരുന്നത് ക്ലിനിക്ക്. വീട് പോലെ ഉണ്ടല്ലോ വന്ന്. പിന്നെ ഹോസ്പിറ്റലല്ല, ക്ലിനിക്കാണ്. പിന്നെ നമ്മൾ ചെറുതായിട്ട് പോസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ സ്ഥലമൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്ന് പറഞ്ഞൊരു കാർ പാർക്കിംഗ് പോലത്തെ സംഭവമുണ്ട് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്കാണ്. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്കൊരു വീട് പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമൻറ്റ് ചെയ്ത് പറ ഗൈസ്. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം മനസ്സിലായി ഗൈസ്. എത്ര മണി വരെ ഉണ്ടെന്നൊക്കെ ഗൈസ് എഴുതി വെച്ചിരുന്നത്. ഇതെന്താ ഗൈസ് മനസ്സിലായി. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ലോഗോ ആണെന്ന് തോന്നുന്നു ഗൈസ്. ചിഹ്നം, ഈ ക്ലിനിക്കിൻ്റെ ചിഹ്നമാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഗൈസ് നമ്മളിത്തിരി നേരത്തെയാണ് ഗൈസ് വന്നേ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വിളിച്ച് അവസാനിപ്പിക്കുക ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.